ഈ റാംജി റാവുവിനെ സിദ്ദിഖ് ലാൽ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ സിദ്ദിഖിൻ്റെയൊക്കെ നമ്മുടെ കലാഭവനിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ജയറാം. അപ്പോൾ അവർക്കൊരു ശക്തിക്കും അവരാദ്യമായിട്ട് വരികയല്ലേ, അപ്പോൾ അവർക്ക് ഈ ഹീറോ ജയറാമായ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ജയറാം ഒരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു, നല്ല പേരിൽ നിൽക്കുന്നു. അപ്പോൾ സിദ്ദിഖും ലാലും പറയുന്നത് നമുക്ക് ജയറാമിനെ വെക്കാം, കാര്യം അവർക്ക് സുഖമായിട്ട് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അഡ്വാൻസും ഒക്കെ ആയിട്ട് ജയറാമിൻ്റെ അടുത്ത് പോയി ഈ റാംജി റാവുവിനെ നായകനാക്കാൻ. അപ്പോൾ ഞാൻ ജയറാമിൻ്റെ അടുത്ത് പറഞ്ഞു, ജയറാം ഇങ്ങനെ ഇതാണ് സിദ്ദിഖ് ലാലാണ്, കാര്യം ഇവരായിട്ട് കലാഭവനിലൊക്കെ എപ്പോഴും ഉള്ള. അപ്പോൾ ഞാൻ സിദ്ദിഖ് ലാലിൻ്റെ പടം ഞങ്ങൾ ആദ്യമായിട്ട് പുള്ളി അവരെ വെച്ചെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ജയറാം ശരിക്കും പറഞ്ഞാൽ അത് ഡേറ്റ് ഇല്ല, കാര്യം ശരിയായ ഡേറ്റ് ഇല്ലായിരിക്കാം. അത് കഴിഞ്ഞിട്ട് നവോദയയുടെ ഒരു പടം ഉണ്ടായിരുന്നു കമലഹാസനായിട്ട് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ അഡ്വാൻസ് കൊടുക്കാതെ ഞാൻ തിരിച്ചു പോന്നു. പിന്നീടാണ് ആ റോളിന് വേണ്ടിയിട്ട് സായികുമാറിനെ തപ്പിയെടുത്തത്. അല്ല, ഇങ്ങനെയാണല്ലോ ഒരു നടന്മാരൊക്കെ പുതിയതായിട്ട് ഉദിച്ചു വരുന്നത്, ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും.